സുരേഷ് പുളിക്കലാണ് കണ്ണമ്പുറ വാർത്തകൾക്ക് വേണ്ടി. ഇന്ന് നമ്മൾ മണപ്പാടത്താണുള്ളത്. മണപ്പാടത്ത് അറിയാലോ, ഒരു കോറിയുമായി ബന്ധപ്പെട്ട വിഷയം കത്തി നിൽക്കാനായിട്ട് കുറേ മാസങ്ങളായി. നിരവധിയായ പരാതികളും ഒക്കെ നമ്മൾ പല ഭാഗങ്ങളിലും കൊടുത്തിരുന്നുവെങ്കിലും ഇന്നും ആ കോറി നിർബാധം പ്രവർത്തിക്കുകയാണ്. ഈ കോറിയിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടി കോറി കൊണ്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജയൻ എന്നാണ്. കഴിഞ്ഞ സമരസമിതിയിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. മണപ്പാടം സ്വദേശിയാണ്. അവരുടെ കൃഷിയിടങ്ങളൊക്കെ ഇതിൻ്റെ പരിസരത്താണ്. ഇന്നും അതുമായി ബന്ധപ്പെട്ടൊരു സമരം ഇവിടെ പുതുക്കോട് പഞ്ചായത്തിന് മുമ്പിൽ നടക്കുന്നുണ്ട് ഈ കോറിയുമായി ബന്ധപ്പെട്ടെങ്കിലും എല്ലാവരും പ്രഹസനമായി പോകുന്നു എന്നൊരു സംശയം കൊണ്ടാണ് ഞാൻ ഈ ഒരു അന്വേഷണ പരമ്പര ആരംഭിക്കുന്നത്. ഈ കോറി ഇവിടെ മണപ്പാടത്തിൻ്റെ ഏതാണ്ട് 6 മാസത്തിലും മേലെയായി. ജയേട്ടന് എന്താണ് ഈ കോറിയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട്? ഞാൻ ഇവിടെ 2006 ഇവിടെ കൃഷിപ്പണി തുടങ്ങിയത്. ഇപ്പോൾ 2026 അപ്പോൾ ഈ 20 വർഷത്തോളമായി. അപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഒരു പേപ്പറിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടാവും. പാറ പൊട്ടിച്ചിട്ട് നമ്മുടെ ഇരിക്കുന്ന അമ്മീൻ്റെ അടുത്താണ് ഒന്ന് കല്ല് വീണത്. അപ്പോൾ ഞാൻ പിന്നെ ചാനലുകാരനെ വിളിച്ചു. അവർ വന്ന് നോക്കി. പേപ്പർ മാതൃഭൂമി പേപ്പർ വന്നു. അവർ വന്ന് നോക്കി. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഈ കോറി ഇവിടെ നിന്നുണ്ടെങ്കിൽ കൃഷിക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണത്. പിന്നെ അതുപോലെ ഇതിന് പല കേസായിട്ട് പോകുന്നുണ്ട്. ഹൈക്കോർട്ടിൽ കേസായിട്ട് ജനകീയ സമിതി രൂപീകരിച്ചിട്ട് അതിൻ്റെ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഉന്നത നേതാക്കന്മാർ, ഉദ്യോഗസ്ഥന്മാർ, കലക്ടർ, റവന്യൂവിൽ, ജിയോളജിയിൽ എല്ലാവരുടെയും ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാരും ഇവർ തിരിഞ്ഞു നോക്കണില്ല. ഈ പരിസരവാസികളുടെ അടുത്ത് വരിക, അന്വേഷിക്കുക, അതെന്താണ് സംഭവം, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് ഈ പഞ്ചായത്തും അത് ഉൾക്കൊണ്ട് ചോദിക്കണില്ല. അപ്പം ഞങ്ങൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഏറ്റവും ഞങ്ങൾക്ക് വിഷയം പറഞ്ഞാൽ എനിക്കിവിടെ പണിക്ക് ആളിനെ കിട്ടാനില്ല. 6 ഏക്കർ 18 സെൻറ്റ് സ്ഥലമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാട്ടത്തിനാണ്. ഇപ്പോൾ ഈ വർഷം എനിക്ക് പണിക്ക് വിളിച്ച ആരും വരുന്നില്ല. ഇതവരിന് നിർബന്ധമായിട്ട് വിളിച്ചിട്ട് വന്നതാണ്. എന്നാലും അവിടെ കിടക്കുന്നുണ്ട് കുറേ സ്ഥലം വേസ്റ്റായി. 2 ഏക്കർ 13 സെൻറ്റ് സ്ഥലം വേസ്റ്റായി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണിയാൻ പറ്റുന്നില്ല. ഇന്നലെ വന്ന കല്ലാണ്. ഇവർ നിൽക്കണ ഈ പാടത്തിൻ്റെ അറ്റത്ത് വന്നിട്ട് കല്ല് 4 കല്ല് വന്നിട്ടുണ്ട്. ഇന്നലെ 10 മണിക്ക് പൊട്ടിച്ച കല്ലാണത്. പടക്കം പൊട്ടിച്ച കല്ലുകളാണ്. അപ്പോൾ ഇവർ അവിടേക്ക് പണിക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് അവർക്ക് വരാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒന്ന് അവർക്ക് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. ഇവിടുന്ന് പോകണമെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റി പോകണം. ആലത്തൂർ പോകണമെങ്കിലും വടക്കഞ്ചേരി പോകണമെങ്കിലും പുതുക്കോട് പോകണമെങ്കിലും ഇവിടുന്ന് 1 കിലോമീറ്റർ ഈ പാടത്തിൻ്റെ അരികിൽ കൂടെ തന്നെ വഴികളില്ല. ഇത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മറ്റേ ജിയോളജി വന്ന് അന്വേഷിച്ചു പറഞ്ഞു. ജിയോളജി എന്താ അന്വേഷിച്ചിറക്കണം? ജനങ്ങളുടെ അടുത്ത് അന്വേഷിച്ചില്ല. ജിയോളജി അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ അറിയോ? അല്ല ബാറിൽ അവർ കല്ല് കോറി മാഫിയന്മാർ എവിടെയെങ്കിലും കൊണ്ട് AC കൊണ്ടിരുത്തിയിട്ട് അവരിനെ സ്വാധീനിച്ചിട്ട് അവർ അവിടെ നിന്ന് അന്വേഷിച്ചു പോയി. ഇതവിടെ ഒരു പാലുണ്ട്, ഒരു ചെക്ക് ഡാമുണ്ട്, ഒരു ഭാരതീയ വിദ്യാഭവനുണ്ട്, ഒരു 300 മീറ്ററുള്ള ഒരു പാലമുണ്ട്, PWയുടെ ഒരു പാലമുണ്ട്, പുതിയ പാലമാണ്. ഇപ്പുറത്തെ ഒരു അരങ്ങാട്ടുകാട് പാലമുണ്ട്, ഒരു 500 മീറ്റർ ഉള്ളൂ. ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെയുള്ള ഒരു കോറി. അതുപോലെ 326 ചെയ്ത ഒപ്പിട്ട ഇതുണ്ട്, പേപ്പറുണ്ട്, നിവേദനം. അതെല്ലാം കൊടുത്തിട്ട് ഈ കലക്ടറേറ്റ് കൊടുത്തിട്ടും ജിയോളജിക്ക് കൊടുത്തിട്ട് അവരിതിനെ ഒരു അന്വേഷണമോ പിടിക്കുകയോ ചെയ്യും. അവർ അന്വേഷിക്കാൻ വരും. എപ്പോഴറിയോ? ഒരു 5 മണി എല്ലാവരും പോയി കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ അതിൻ്റെ പണിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ 6 മണിക്ക് വരും. അത് എവിടെ വരും? ഒന്നുമില്ലെങ്കിൽ മൂച്ചിക്കുന്ന ഹോട്ടലിൽ വരും, ഇല്ലെങ്കിൽ ഡയാനിയിൽ വരും, ഇല്ലെങ്കിൽ പാലക്കാട് എവിടെയും വരും. അവർക്ക് കെട്ടുകണക്കിന് അല്ലെങ്കിൽ ചാക്ക് കണക്കിന് തലയാണ വയ്ക്കും പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് കലക്ടറല്ല, ഇനി ജിയോളജിയിൽ ആരായാലും ഈ ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പക്കയായിട്ട് ഈ കോറി മാഫിയെന്ന് നല്ല പണം എമൗണ്ട് മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് നല്ല ഉറപ്പാണ്. അല്ലാണ്ട് ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവരറിയണ്ടേ? അവർക്ക് ഓഫീസിൽ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പം പറഞ്ഞ കല്ല് വന്ന് വീഴുന്നു എന്നുള്ളതാണ് പ്രശ്നം. കല്ല് വന്ന് വീഴുന്നല്ല, അവർ പണിക്ക് വരുന്നില്ല. അതാ കണ്ട, ഇതൊക്കെയാണ് ആ ശബ്ദം കേട്ടിട്ട് അത് കാണാൻ. അയ്യോ, ഇത് കോറി വേണ്ട, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. പണിക്ക് വരുന്നു. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് പണി, ഞങ്ങളിവിടെ കുറേ വർഷമായി ഞങ്ങൾ പണിയെടുക്കും. പിന്നെ ജയം പറയുന്നത് അവൻ ഇവിടെ 10-20 കൊല്ലം കൂടുതലായിട്ട് ഇവിടെ ഒരു മാലാളിക്ക് നിൽക്കുന്നത്. ഇപ്പം അതിപ്പോൾ പണിയെടുക്കാൻ നിവൃത്തിയില്ലാത്ത കാരണമാണ് കുറേ സ്ഥലങ്ങൾ തരിച്ചു കിടക്കുന്നുണ്ട്. കുറേ അങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പൊട്ടിച്ചൊക്കെ മയങ്ങി കിടന്നാണ് ഇതേപോലെ. കഴിഞ്ഞ ശനിയാഴ്ച ഓർമ്മയില്ല. ഈ പൊട്ടുന്ന സമയത്ത് എന്താ ശബ്ദം? അതിഭയങ്കര ശബ്ദമാണ്. നല്ല ശബ്ദമാണ്. 10 മണി 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ പൊട്ടും. ഞാൻ വരമ്പിൽ ഇരുന്നു. ഈ പുക കണ്ണിലേക്ക് അടിച്ചപ്പോ കണ്ണേ കാണാണ്ടായി.
അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആവുന്നത്. ഇറങ്ങി നടക്കണില്ല സാറേ. ആ അത് വലിയ കളക്ടർ ഓഫീസിൽ പോയിട്ട് ഒരു പരാതി കൊടുത്താൽ അവരൊന്ന് അന്വേഷണം വേണ്ടേ? അതില്ലല്ലോ, അന്വേഷിക്കണല്ലോ. ആ കളക്ടർ ഓഫീസിൽ പോയി 2 പ്രാവശ്യം പോയി. ആ എന്നിട്ട് പോയി എന്താ കടലാസുകൾ കൊടുത്തു. അതിനുള്ള അന്വേഷണങ്ങളോ ഒന്നും വരിക വെക്കുക ഒന്നും ചെയ്തില്ല. ഇനി വില്ലേജ് കയറുമെന്ന് അന്വേഷിക്കണ്ടേ? ആ അങ്ങനെയുള്ള ഒരു നടപടിയേ ഇല്ല. ആ പാവങ്ങൾ അങ്ങനെ പോട്ടെ അങ്ങനെ വന്നിട്ട് വന്നിട്ടാണ് അവരിന്റെ കോളനിക്കാരാണ് ഇവിടെ 10-30 വീട്ടുകാർ കംപ്ലീറ്റ് കോളനിക്കാരാണ്. പിന്നെയാണ് മറ്റുള്ള ആൾക്കാർ. അപ്പൊ കോളനിക്കാരുടെ കടലാസാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കളക്ടർ ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തത്. ആ അപ്പൊ അയാളിങ്ങനെ വന്നൊന്ന് അന്വേഷിക്കുക എന്തെങ്കിലും എന്താണെന്നുള്ളത് അറിയണ്ടേ? നമ്മളിപ്പോ കുട്ടി മക്കളായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ലേ? അയാൾക്ക് ഇല്ലല്ലോ, നമ്മൾ കോളനിക്കാരന് ആർക്കും ഒരു നിസ്സാരമായിട്ട് കണക്കാക്കിയിരിക്കും. ആ ആ ഇതെന്തായാലും ഇത് നമ്മൾ കളക്ടറെ എത്തിക്കുന്ന ഈ വീഡിയോ കളക്ടറെ അടുത്ത് കാണും. കളക്ടർ കാണട്ടെ. കണ്ടതിന് ശേഷം എന്തായാലും ആ കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനമാക്കാം. നേരിട്ട് പോയി കളക്ടർ ഓഫീസിൽ പോയി അവര് കണ്ടതാണല്ലോ. ഇത് നിക്കണം, ഈ കോറി ഇവിടെ നിക്കണം. ആ എന്തായാലും നിങ്ങളെ പരാതി എന്തായാലും കളക്ടറെ അടുത്ത് എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഈ ഒരു തന്നെ വേണം. ആ ആ ആ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോറി നിർത്തുക തന്നെ വേണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കും. ഞങ്ങൾക്ക് ഇവിടെ വന്ന് പണിയെടുക്കണ്ടേ? ആ ഇത് മൊത്തം പേടിക്കും ആരും പേര്. പണം കൊടുത്ത് ആൾക്കാരനെയൊക്കെ കയ്യിലാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. പണങ്ങൾ തന്നെ ആ ഞങ്ങൾക്ക് പണം വേണം. നമുക്ക് പണം വേണ്ട. നമുക്ക് കോറിയിൽ നിന്ന് കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റുമോ? ഇയാള് അവിടെ ഇരുന്ന ആളാണ്. അയാളുടെ സ്ഥലം ഇവിടെ വാങ്ങിയെന്ന് അയാൾക്ക് ഇവിടെ ഇരിക്കണ്ടേ? അയാൾ തന്നെ മെയിൻ ആള്. ആ ഈ കുര്യമാഷ് പറഞ്ഞാണ് മെയിൻ ആള് തന്നെ. ആ ശരി, എന്തായാലും നമുക്കൊന്ന് കളക്ടറെ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം കേട്ടോളൂ. എന്തായാലും നിങ്ങളുടെ ഈ കോരി നിർത്തണം ഇവിടെ. ആ ആ ആ